മാനുവലേ ഉച്ചക്ക് കാറ്ററിംഗ് ഉണ്ടേ. പത്രം എവിടെ? ഡാ നീ എത്ര മണിക്കാടാ പത്രം ഇട്ടെ? എന്നിടുന്നല്ലേ. അപ്പൊ പിന്നെ കുഞ്ഞുട്ടി ചായം വിളിച്ചതോ? അത് ഇന്ന് പത്രം വരാൻ കുറച്ച് വൈകിയായിരുന്നു. വേറെ ആർക്കും വൈകിയില്ലല്ലോ. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? എടാ ഞാൻ ബൈജുവിനെ വിളിച്ച് ചോദിച്ചായിരുന്നു. അമ്മയ്ക്ക് എന്നാ നിന്നെ കേടാ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാൻ? അവ അവളുടെ പിന്നാലെ പോയിട്ടുണ്ടാവും. ഇല്ല. പോയി. ഇല്ലെന്ന്. പോയി പോയി പോയി. പോയി. അങ്ങനെ പറ. എടാ ചെക്ക, മനുഷ്യനായാലേ ഇച്ചിരി നാണം വേണം ഇങ്ങനെ പുറകെ നടന്നിട്ട്. അതെനിക്ക് ഇത്തിരി കുറവാന്നേ. എന്ത്? നാണമേ കുറച്ച് കുറവാ. അതെനിക്കറിയാം. അവള് റഷ്യയിലോ ജപ്പാനിലോ എങ്ങാണ്ടൊക്കെ പോകുന്നെന്ന് അറിഞ്ഞു. നീ അറിഞ്ഞായിരുന്നോടാ? അതിനെന്നാ? അവളങ്ങോട്ട് പോയാ പിന്നെ എന്റെ കുഞ്ഞ് നന്നായനെ അല്ലടാ ചക്ക? അമ്മ എടാ അങ്ങേർക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെ ജമ്മം പോയാ അവള് വാ തുറന്നൊന്നും സമ്മതിക്കത്തുമില്ല. എടാ എത്ര കാലം ഇങ്ങനെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓവറാന്നാ? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അവക്കൊരു പനി വന്ന ഉടനെ ഇവനും പനി വരും. അവളുടെ എങ്ങാനും കാല് ഉളിക്കാലോ അപ്പൊ തന്നെ ഇവന്റെ കാല് ഉളുക്കും. അതൊക്കെയാ ഓവർ. ഞാൻ നിർത്തി. ഇത് വെച്ചോ. പോയച്ച് നല്ല ബ്രാൻഡ് ഏതാന്ന് വെച്ചാ വാങ്ങിച്ചോ. ഇവനെ കൂട്ടുകാരൊക്കെ കുടിച്ചോ. നല്ല ബെസ്റ്റ് അപ്പൻ. ഇവിടെ ഇരുന്ന് അടിച്ചോടാ. അപ്പം തന്നെ വെച്ചോ. എടാവേ ഇതൊക്കെയല്ലേ പതിവ്. അവളങ്ങ് പോയല്ലോ. അവൾ എങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ നോക്കിയോ, തൽക്കാലം അപ്പൻ കട്ടൻ കാപ്പി കുടി. ഊതിയതാന്നോ? കട്ടപ്പനക്കുണ്ടൊരു കൊച്ചുമലനാടിൻ സ്നേഹം തുളുമ്പും കഥ പറയാൻ. കട്ടപ്പനയ്ക്കുണ്ടൊരു കൊച്ചുമലനാടിൻ സ്നേഹം തുളുമ്പും കഥ പറയാൻ. ഒരായിരം മനസ്സുകളിൽ ഉണർന്നൊരീ പുലരീതാ ആനന്ദമോടെ പാടുന്നു ഞാനും ഇന്നീ നാടിൻ വിജയ വഴി. കണ്ണിലൊളിക്കും മാരിയായി നെഞ്ചിലിറങ്ങും താളമായി നെഞ്ചിലെടുപ്പായി മാറുന്നൊരു കട്ടപ്പന. കണ്ണിലൊളിക്കും മാരിയായി നെഞ്ചിലിറങ്ങും താളമായി നെഞ്ചിലെടുപ്പായി മാറുന്നൊരു കട്ടപ്പന. കട്ടപ്പനയ്ക്കുണ്ടൊരു കൊച്ചുമലനാടിൻ സ്നേഹം തുളുമ്പും കഥ പറയാൻ. ജോസഫ് മാഷ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല താൻ സൈക്കിളിൽ പിടിച്ചു കയറ്റുന്ന ഒരു നാഷണൽ ചാമ്പ്യൻ ആയിരിക്കുന്നു. ഈ ചാമ്പ്യൻ കാരണം ഈ സ്കൂളിൽ ഇങ്ങനൊരു സൈക്ലിംഗ് ക്ലബ് ഉണ്ടാകുമെന്ന്. ഇവിടെ 3 നാഷണൽസ് ഉണ്ട്. ജൂനിയറും സബ് ജൂനിയറുമായിട്ട് 7 സ്റ്റേറ്റ്സ് ഉണ്ട്. എല്ലാം തുടങ്ങിയത് ഇതാ ഇവിടെ നിന്നാണ്, നമ്മുടെ സ്വന്തം ആലിസിൽ നിന്ന്. ആലിസേ വാ പ്ലീസ്. എൻ്റെ പൊന്നു സ്വിച്ചിട്ട് എന്തിനെത്ര ഫോർമാലിറ്റി ഒക്കെ? നമ്മുടെ സ്വന്തം ക്ലബ്ബല്ലേ. പിന്നെ ജോസഫ് മാഷിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ മെഡലും ഒരിക്കലും നമ്മൾ കാരണം മാത്രം കിട്ടുന്നതല്ല. അതിൻ്റെ പുറകിൽ നമ്മുടെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കോച്ചുമാരുടെയും എല്ലാവരുടെയും കഷ്ടപ്പാടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പേരൻസിനെ എല്ലാവരും നമുക്കറിയാം. ആർക്കും സ്വന്തമായിട്ടൊരു കാറോ ബൈക്കോ ഒന്നുമില്ല. എൻ്റെ അപ്പനുമില്ല, ഒരു ബൈക്ക് പോലും ഇല്ല. പിന്നെ അങ്ങനെ ഒരു കാശിൻ്റെ ആദ്യം ചെയ്യുക എനിക്കൊരു സൈക്കിൾ മേടിച്ചു തരായിരിക്കും. അപ്പോൾ എൻ്റെ ഓരോ സൈക്കിളും എൻ്റെ അപ്പൻ്റെ ഓരോ ലോണുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ മെഡലും കടമിടാനുള്ളതാ. വീട്ടുകാരോടും നാട്ടുകാരോടും ബാങ്കുകാരോടും താങ്ക് യു. ആരോ എന്തോ തിരക്കാന്നോ? ഞാൻ പോവാ, ഒന്ന് കണ്ടേച്ചിട്ട് പോവാന്ന്. എങ്ങോട്ട്? അതെന്നാന്ന് വെച്ചാലേ നമ്മുടെ ജോഷി ചായന്റെ പെങ്ങളുടെ മോടെ കല്യാണമാണ് ഉച്ചയ്ക്ക്. പിന്നെ കല്യാണമൊക്കെ അവിടെ നടക്കും. എൻ്റെ കൂടെ പാലുകൊണ്ട് കഴിച്ചിട്ട് പോയാൽ മതി. അതിനുള്ള സമയമൊന്നുമില്ല. സമയക്കുണ്ട്. നീ വന്നേ. നീ എൻ്റെ സ്പീച്ച് കേട്ടായിരുന്നോ? അതാ ഞാൻ കയറാത്ത. പോടാ. റഷ്യയെ കിട്ടത്തില്ല.
ലെഫ്റ്റ് പാർക്ക്. ഹായ് അലിസ്, ഞാൻ വർദ്ധ ക്യൂ ന്യൂസിൽ നിന്ന്. നമ്മൾ കഴിഞ്ഞ നാഷണൽസിൽ മീറ്റ് ചെയ്തിരുന്നു. ഓ ആ എനിക്കൊരു ബൈറ്റ് വേണമായിരുന്നു പ്രോജക്ട് ജനഗണമനയെ കുറിച്ച്. അയ്യോ ചേച്ചി അപ്പം സമ്മതിക്കത്തില്ല. അധികം സമയം എടുക്കില്ല, 2 മിനിറ്റ്. അയ്യോ ഇല്ല സോറി സോറി. നമുക്ക് വേഗം തീർക്കാം ആലിസ്. അത് ആലിസ് ചേച്ചി നോക്കണ്ട, നടക്കുകയല്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, പോയി നോക്കാൻ തന്നെ. ബാ ചേട്ടാ 2 ചായ. എന്തുവാടേ? വേറെന്ത് ചെയ്യാനാ? ആലിസേ, ഒന്ന് വേഗം വരൂ. നിനക്ക് അവിടെ സംസാരിച്ചൂടെ? ടി വിയിലൊക്കെ വരും. നിനക്ക് അറിയാലോ അപ്പനെ. മാഷിന് ഒളിമ്പിക്സ് എന്ന് വിചാരമേ ഉള്ളൂ. ആ പെങ്കൊച്ച് ഇതുവരെ ഒരു സിനിമക്ക് പോകുന്ന പോലും ഇവിടെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ വിട്ടോ, അതാ നല്ലത്. ബെസ്റ്റ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ് ആലിസ് വർഗീസ്. റോഡ് സൈക്ലിംഗിൽ ഒളിമ്പിക്സ് സ്വർണത്തിനായി കഠിന പ്രയത്നത്തിലാണ് കട്ടപ്പനയുടെ ഈ അഭിമാന താരം. വാഗമണിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് ജനഗണമന എന്ന പ്രോജക്ടിന്റെ ഭാഗമായി റഷ്യയിൽ വിദഗ്ധ പരിശീലനത്തിനായി പോകാൻ ഒരുങ്ങുകയാണ് ആലിസ്. ഇതൊരു കോർപ്പറേറ്റ് സ്പോൺസേർഡ് സെൻട്രൽ പ്രോജക്റ്റ് ആണ്. ഓരോ സ്റ്റേറ്റും ഓരോ അത്ലീറ്റിനെ നോമിനേറ്റ് ചെയ്യണം. ഒളിമ്പിക്സ് വരെ റഷ്യയിൽ വെച്ച് അവർക്ക് അഡ്വാൻസ് ട്രെയിനിങ് നൽകുന്നതാണ്. 2020 ടോക്കിയോ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ജനഗണമന കേൾപ്പിക്കണം, ഇതാണ് ലക്ഷ്യം. And as you know, കേരളത്തിൽ നിന്ന് ആലിസ് ആണ്. She is a prodigy and a promise. 14-ാം വയസ്സിൽ ദേശീയ റെക്കോർഡ് തിരുത്തി എല്ലാവരെയും ഞെട്ടിച്ച പ്രതിഭയാണ് ആലിസ്. ഇപ്പോൾ പട്യാലയിൽ ബൽജീത് സിംഗിന് കീഴിലാണ് ആലിസ് ഉന്നത പരിശീലനം നടത്തുന്നത്. സൈക്ലിംഗിന് കിട്ടിയ അംഗീകാരമായാണ് ജനഗണമനയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് കോച്ച് ക്യൂ ന്യൂസിനോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് ഒരാഴ്ചത്തെ പ്രിപ്പറേഷൻ ക്യാമ്പും തുടർന്ന് വാഗമണിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും കഴിഞ്ഞാണ് ആലിസ് റഷ്യയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ടോക്കിയോയിലേക്കും. മുൻ അത്ലറ്റിക് കോച്ചായ വർഗീസ് മാഷിന്റെ മകളാണ് ഈ 24-കാരി. സർ, ആലിസിന്റെ ഒരു ഇന്റർവ്യൂ തൽക്കാലം വിട്ടേക്കുന്നേ, ഒളിമ്പിക്സ് കഴിയട്ടെ, പിന്നല്ല ഇന്റർവ്യൂ ഒക്കെ. ശരി സർ. അച്ഛനും കോച്ചുമായ വർഗീസ് മാഷ് ഇതുവരെ ഒരു മാധ്യമത്തിനും ആലിസിന്റെ ഇന്റർവ്യൂ നൽകിയിട്ടില്ല. ഒളിമ്പിക് മെഡലുമായി ആലിസ് വരുന്നത് കാണാൻ ഈ വീട്ടിലേക്ക് 2020 നമുക്ക് വീണ്ടും വരാം. കട്ടപ്പനയിൽ നിന്നും മര്യാദയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്ത് ഷൈൻ ചെയ്യായിരുന്നു. ഇതാണോ ഇന്റർവ്യൂ? ഇതെങ്കിലും ആവാലോ. ഇനി നാളെ പോയ 1.5 കൊല്ലം കഴിഞ്ഞാലേ വരാൻ പോകുന്നത്. ആ വരവ് ചുമ്മാതുള്ള വരവാന്ന്, മെഡലും കൊണ്ടുള്ള വരവല്ലേ. അപ്പോൾ ഒരു ചാനലല്ല, നീ നോക്കിക്കോ, ഒരു 50 ചാനലുണ്ടാവും നിന്റെ പുറകെ, ഒപ്പം നാട്ടുകാരും. കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഫോൺ തിരുവനന്തപുരത്ത് മേടിക്കാം അല്ലേ? ഫോണോ? മൊബൈൽ ഫോൺ. എന്നാത്തിന്? ഞാൻ റഷ്യ പോവില്ലേ? ആ, അത് ബെൽജിയത്ത് നോക്കിക്കോളും. എന്തെങ്കിലും എമർജൻസി വന്നാലോ? റഷ്യയിലല്ലേ, ഇവിടുത്തെ കാലം സേഫ്റ്റിയാ. ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞത് എന്നാന്ന്? പ്രാർത്ഥിക്കാം. എന്തായാലും 23 പിടിക്കാൻ നോക്കണം. എന്നാൽ കാര്യം നല്ലപോലെ ടൈറ്റ് ചെയ്തു. 23.45. സമയമൊക്കെ നല്ല സമയം തന്നെ. അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും ജോയിൻ ചെയ്തത്. മനസ്സ് വെച്ച ഒന്നുകൂടെ നന്നാക്കാം. മോളിജി, ആ നീ എന്താ ഇവിടെ? വേഷം കണ്ടിട്ട് മനസ്സിലായില്ല? ഇവിടെ ചാടുപ്പുണ്ടോ? ചായടുപ്പല്ല, കേറ്ററിംഗ്. അതൊരു കലയാണ്. നിന്നെ പോലെ ഇങ്ങനെ സൈക്കിളും ചവിട്ടി കിടന്നാലേ അത് മനസ്സിലാവുകയല്ല. എന്നിട്ട് കലാകാരൻ തിരുവനന്തപുരത്ത് എന്താ പരിപാടി? നമ്മുടെ കമ്പനിക്ക് ഇവിടെ ഒരു ഓർഡർ കിട്ടി, ഒരു സമ്മേളനം. അപ്പൊ ഞാനും കൂടെ ചാടിക്കറി. നീ ഇവിടെ ഉണ്ടല്ലോ. ആ ദേ അപ്പൻ. ആ തെണ്ടി എങ്ങനെയാ തിരിച്ചു കയറിയേ? ആര്? അലക്സ് സാറോ? സാർ പിള്ളേരെ കയറി പിടിക്കുന്നവന്മാരെ സാറിന് വിളിക്കാമോ? സാക്ഷി പറഞ്ഞ ഞാൻ ആരെയാ ഇപ്പോൾ? അയാൾ 1 വർഷം കൊണ്ട് തിരിച്ച് ജോലി കയറിയില്ലേ? ഇതാണ് ഹോസ്റ്റല്. എന്തേ? ശോകമാണല്ലോ. ഇത് എന്നാ ബിൽഡിംഗ് ഏത്? അതെ, ഞങ്ങൾ സഹിച്ചു. ഉള്ളതിൽ ഭേദം ഈ ബ്ലോക്കാ. ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യം. ഒന്ന് പിടിച്ചേ, എനിക്ക് ഒന്ന് ടൗൺ വരെ പോകണം, കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഞാൻ ഒന്ന് കുളിച്ചേച്ചും വരാം. അതെ, എനിക്കിന്ന് വർക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി.
പാമ്പ് അതേന്ന് പാമ്പാണ് ഞാൻ കയറി നോക്കാം. പോ എന്നെ വേഞ്ചില്. പേടിക്കണ്ട, അതെന്റെ ഫ്രണ്ട് അടി. ഇതെന്തോ ഇത്? എന്തേ, പാമ്പിനെ കിട്ടിയോ? ഇവിടെയാണോ നീ താമസിക്കുന്നത്? എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്നാ ദുരിതാശ്വാസ ക്യാമ്പാണോ? നാട്ടിലെ ഹോസ്റ്റൽ വെച്ച് നോക്കുമ്പോ ഇതെന്ത് ഭേദമാണ്. ശരിയാ. പാമ്പ് പോയോ ചേട്ടാ? എവിടെ പോവാൻ അലസേ? നിന്റെ തല്ല താമസിക്കേണ്ടത്. പിന്നെ എവിടെയാ? ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ടാ? കഷ്ടമാണ്. നിങ്ങളൊക്കെ ആർക്ക് വേണ്ടി ഓടും ചാടുകയൊക്കെ ചെയ്യുന്നത്? നാടിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങളൊന്നും ഇതിന്റെ അകത്തല്ല താമസിക്കേണ്ടത്. മാനുവൽ ഒന്ന് നിർത്തിക്കാം. അല്ലടാ, ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിനിങ്ങനെ മിണ്ടാതിരിക്കുന്നേ? സമരമാണെങ്കിൽ ഞാനുണ്ട്. ഈ ആഴ്ച 3ാമത്തെ പാമ്പാണ്. സമരോ? പിന്നല്ലാതെ, ഇത് ഹോസ്റ്റലല്ലേ, മൃഗശാല വല്ലതും ആണോ? ഞാനുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എത്ര കാലമായി പറയുന്നു. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കില്ലേ? നമുക്ക് സമരം ചെയ്യാം. പത്രക്കാരെയൊക്കെ ഞാൻ കൊണ്ടുവരാം. എന്നെ മുറി അതിന്റെ അകത്തുള്ളത് ഒറ്റണത്തിന് വാതിലില്ല, ജനലില്ല. നാറിയിട്ടൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് ഉറങ്ങുന്നേ? മാനുവൽ സമരം ചെയ്യണമെന്നേ നമ്മൾ മീഡിയ ഒക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. ഇതൊന്നും വെറുതെ വിടരുത്. ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾ താമസിക്കേണ്ടത്. ഇപ്പൊ ശരിയാക്കി. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ അകത്ത് പോയി വാർഡിന്റെ അടുത്ത് കാര്യം പറയാൻ പോവാ. നമ്മൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്യും. താൻ പോയി ബാക്കിയുള്ളവരെ കൂടി വിളിച്ചു. ശരി. ഒരു 7 മാസമായിട്ട് എൻ്റെ പുറകെ നടക്കുക. സ്ഥിതി വളരെ മോശമാണ് സാറേ. ഇവരിപ്പോൾ എന്ത് ചെയ്യണം? വള്ളക്കടവിൽ കൂലിപ്പണിയാണ് സാറേ. ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻ അല്ലേ. ഞാനാണ് ബൈക്കിൽ എണ്ണയടിക്കാൻ 500 രൂപ കൊടുത്ത് കനകക്കുന്നിൽ വരുത്തിയത്. ഈ വർഷം മുഴുവൻ ട്രെയിനിങ് നടത്തുന്ന പിള്ളേരെ നോക്കൗട്ടാക്കിയിട്ടാണ് ഇവർ ജയിച്ചത്. ഇപ്പം ക്ലബിൽ ഇതുപോലെ 4 പേര് ഇവിടെ ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടുത്തെ അസോസിയേഷനിൽ കൊടുക്കാം. ടൈല് പൊക്കാൻ എൻ്റെ പിള്ളേർ ഇത്ര കഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ മെഡല് ബാധ്യത അത്രയ്ക്ക് തീർക്കാനുണ്ട്. മെഡല് കിട്ടിയ എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് കരുതി. അതുമില്ല. എന്തെങ്കിലും സഹായം കിട്ടുന്ന ഇവർ ചോദിക്കുന്നത്. നമുക്ക് ശരിയാക്കാം. ഇക്ക ചെല്ല്. ഒരാൾ ഒരു ഫെഡറേഷൻ ഭരിച്ചാൽ മതി എന്ന് പരാതി കൊടുത്തവനാ ഇപ്പൊ അപേക്ഷയും കൊണ്ടുവന്നിരിക്കുന്നു. ശാപം. യവനൊക്കെ ഉണ്ടല്ലോ, ഒരു എരണം കെട്ടവനാണ്. ഹലോ, സമരം? ഈ പെമ്പിള്ളേർ നേഴ്സുമാരെ കണ്ട് പഠിക്കുന്നതാണാ? വാ വിളിക്കട്ട്. തൊണ്ട പൊട്ടുമ്പോ നിർത്തിക്കോളും. ആ ലേഡീസ് ഹോസ്റ്റലിൽ സമരം വന്നു. മതം പൊട്ടിയോടെ എല്ലാത്തിനും. ഇന്റർവ്യൂ കൊടുക്ക്. ചെല്ലുന്നു. ഹായ്, എനിക്കൊരു ബൈറ്റ് വേണം. നമുക്ക് അങ്ങോട്ടേക്ക് നിന്നാലോ? ആലിസ്, എന്തിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ സമരം? അതിന് ഇവിടുത്തെ സൗകര്യങ്ങളിൽ ആലിസ് തൃപ്തിയാണോ? മതിയായ സൗകര്യങ്ങളുണ്ടോ എന്നാണ്. അത് ഇല്ല. എത്ര അന്തേവാസികളാണ് ഇവിടെ ഉള്ളത്? 90. എത്ര ടോയ്ലറ്റുകളുണ്ട്? 4. അത് കുറവല്ലേ? അത് പിന്നെ കുറവാണോ അല്ലയോ? ആണ്. ഈ ആഴ്ച എത്ര പ്രാവശ്യം ഇവിടെ പാമ്പ് കയറി? 3. മുറികൾക്ക് വാതിലുകളും ജനലുകളും ഉണ്ടോ? ഇല്ല. ഫെഡറേഷൻ ആണോ ഈ അനാസ്ഥയ്ക്ക് കാരണം? അത് പിന്നെ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ വാങ്ങിത്തരാൻ സാധിക്കുന്ന അത്ലറ്റ്സിന്റെ പൊട്ടിത്തെറിയാണ് നമ്മളിപ്പോൾ കേട്ടത്. സ്പോർട്സ് ഫെഡറേഷനിലെ വ്യവസ്ഥിതികൾക്കെതിരെ ദീർഘകാലം പോരാടിയ പി വർഗീസ് എന്ന മുൻകാല അത്ലറ്റിക് കോച്ചിന്റെ മകൾ ആലിസ് ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ജീവൻ പണയപ്പെടുത്തിയാണ് ഇവരിവിടെ താമസിക്കുന്നത്. ഫെഡറേഷൻ ഈ അവസ്ഥ കാണുന്നുണ്ടോ? പുതിയ ഹോസ്റ്റൽ എന്ന് ലഭിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ക്യൂ ന്യൂസിന് വേണ്ടി വർദ്ധ. മുറികൾക്ക് വാതിലുകളും ജനലുകളും. ഇവളെയൊക്കെയാണ് ജനഗണമനെന്ന് പറഞ്ഞ് റഷ്യക്ക് വിടാൻ പോണത്. വല്ല ആവശ്യമുണ്ടോ മിനിസ്റ്ററെ?
നാഷണൽ ചാമ്പ്യനാടോ, മെഡലും കൊണ്ടുവരും. വരുമ്പോ ഇതുപോലെ ഓരോ കേസ് കേട്ടും ഒപ്പം കൊണ്ടുവരും. ഇവളുടെ അച്ഛനെ ഓർമ്മ ഉണ്ടല്ലോ, ഒതുക്കപ്പെട്ട പാട്. എടോ ഇത് കേക്ക്, ഇവിടെ പ്രശ്നം ഹോസ്റ്റലാണ്, വിഷയമല്ല, ചെറിയ കേസ്. പക്ഷേ അതിന്റെ വാലി പിടിച്ച് ആരെങ്കിലും വന്നാ ഇതേ കോൺട്രാക്ടർ വെച്ചാണ് സ്റ്റേഡിയം പണിതത്, അങ്ങോട്ടുള്ള റോഡ് പണിതത്. മാലപ്പടക്കം പോലെ ഓരോന്നായിട്ട് പൊട്ടും സാറേ. ആ അതുകൊണ്ട് ഇത് ഇന്ന് ഇപ്പൊ ഒതുക്കണം. എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, തീർക്കാം ഇപ്പൊ തന്നെ. അറിയാലോ എന്നെ, ഞാൻ സുഖമായി അങ്ങ് കൈ കഴിയും. ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അറിയാം, നന്നായി അറിയാം. ചാമരം ഞാൻ തീർക്കും. എങ്കിൽ തനിക്ക് കൊള്ളാം. ഫ്രാൻസ്, നമ്മുടെ ആവശ്യങ്ങൾ ഫെഡറേഷൻ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയട്ടെ, എല്ലാ വിഭാഗങ്ങളിലെയും ഫൈനൽസ് അവസാനിക്കുന്നതിന് മുൻപ് പുതിയ ഹോസ്റ്റലിന്റെ പണി തീർക്കുമെന്നാണ് അവർ നമുക്ക് ഉറപ്പു തന്നിരിക്കുന്നത്. ഈ സമരത്തിനൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് നമ്മുടെ മാനുവൽ ചേട്ടനും. നീ ചെന്നോ? അതെന്നാ? ഓ, എനിക്ക് സ്കൂളിലേക്ക് നടന്നു പോകാനൊന്നും വയ്യ. പിന്നെ അപ്പൊ ഞാൻ വേഗം സ്കൂളിലെത്തിട്ട് നീ പതുക്കെ നടന്നങ്ങ് വാ. എന്നെ ഓടിത്തോപ്പിക്കാവോ? എന്നാ കാണട്ടെ.